നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 2,00,000 രൂപയിൽ നിന്ന് 10 കോടി രൂപയിലിട്ട് ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന ഡാർവക് സ്മോക്സ് അഡ്വാൻസ്ഡ് മെത്തേഡ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറുള്ള ഒരു വീഡിയോ ആണ്. അതിമനോഹരമായിട്ടുള്ളൊരു പ്രീമിയം മെത്തേഡാണ്. നിങ്ങൾ കുറച്ച് പേര് അത് കണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു റെഫറൻസിന് വേണ്ടിയാണ് ഈ വീക്കിലെ എൻട്രി. അപ്പം ഈ വീക്കിൽ വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസിംഗ് വന്നിട്ടുണ്ട്. അപ്പം ഏതൊക്കെ സ്റ്റോക്കിലാണ് നമ്മൾ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് എൻട്രി വരുന്നത് എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രി ആണ് എടുക്കുന്നതെങ്കിൽ മാർക്കറ്റ് ക്ലോസിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു മെത്തേഡ് അനുസരിച്ച് നമുക്കിവിടെ കൃത്യമായിട്ട് പ്രീവിയസ് വീക്കിലി ക്യാൻഡലിന് മുകളിൽ നമുക്ക് SBI ഒരു ക്ലോസിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നോട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്ത് എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഒരുപക്ഷെ എൻട്രി എടുത്തവരാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കാണെങ്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ലിഫോ ടാർഗറ്റിംഗ് ഉപയോഗിച്ച് നമ്മുടെ ഇവിടെ എൻട്രി എടുക്കുന്ന പോർഷൻ്റെ ടാർഗറ്റ് വരുന്നത്. ഇത് SBI. നമുക്കതുപോലെ തന്നെ ബജാജ് ഫിനാൻസിൻ്റെ നോക്കാം. ബജാജ് ഫിനാൻസിൻ്റെ അകത്ത് നമുക്ക് എൻട്രി വരുന്നുണ്ടോ? ബജാജ് ഫിനാൻസിൻ്റെ അകത്ത് നമുക്കൊരു എൻട്രി വരുന്നുണ്ട്. കൃത്യമായിട്ടൊരു ബ്രേക്കൗട്ട് തരുന്നുണ്ട്. ബ്രേക്കൗട്ട് പ്ലസ് ക്ലോസിംഗ് വരുന്നുണ്ട്. നമുക്കിവിടെയും എൻട്രി എടുക്കാം. നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് 5% ബിലോ ആൻഡ് എബോ എന്ന ആ ഒരു റൂള് നമുക്കിവിടെ ആവശ്യമില്ല. ഫസ്റ്റ് എൻട്രി ആയതുകൊണ്ട് കൃത്യമായിട്ട് ഇവിടെ ഒരു എൻട്രി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 എൻട്രി കിട്ടിയിട്ടുണ്ട്. 2 സ്റ്റോക്കിൽ എൻട്രി വന്നിട്ടുണ്ട്. ഇൻഫോസിസിൽ നമുക്ക് നോക്കാം. ഇൻഫോസിസിൽ നമുക്ക് എൻട്രി വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഈ ആഴ്ചത്തേക്ക് ഇൻഫോസിസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഭാരതി എയർടെലിൻ്റെ അകത്ത് എൻട്രി വരുന്നുണ്ടോ? എൻട്രി വരുന്നുണ്ട്. കൃത്യമായിട്ടൊരു വീക്കിലി ക്ലോസിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീക്കിലി ക്ലോസിംഗ് അനുസരിച്ച് നമുക്കിവിടെ ഒരു എൻട്രി ഈ ഒരു റീജിയനിലാണ് നമ്മുടെ എക്സിറ്റ് വരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്കിത് എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇതിൻ്റെ ടാർഗറ്റ് എന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതായിരിക്കും. നമുക്ക് ICICI ബാങ്കിൽ നമുക്ക് എൻട്രി വരുന്നുണ്ടോ? ICICI ബാങ്കിലും എൻട്രി വരുന്നുണ്ട്. ഇവിടെയാണ് എൻട്രി വരുന്നത്. നമ്മുടെ ഏകദേശം ടാർഗറ്റ് ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കി ICICI ബാങ്ക്, HDFC ബാങ്കിലും എൻട്രി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബ്ലൂ ലൈനിൽ ഡോട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിന് മുമ്പുള്ള എൻട്രി സോൺസ് ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് മാർക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ നമുക്കിവിടെ എൻട്രി വരുന്നുണ്ടോ? ഇവിടെ എൻട്രി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏകദേശം ഈ ഒരു റീജിയനിലാണ് നമുക്ക് ഫ്രഷ് എൻട്രി എടുക്കുകയാണെങ്കിൽ ഈ ഒരു റീജിയനിലാണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. നമുക്ക് 2-3 സ്റ്റോക്കിൽ എൻട്രി വന്നിട്ടുണ്ട്. ICICI ബാങ്കിലും HDFC ബാങ്കിലും രണ്ടിൻ്റെ അകത്ത് എൻട്രി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ നോക്കാം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ നമുക്ക് എൻട്രി വരുന്നുണ്ടോ? ഇല്ല. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ എൻട്രി വരുന്നില്ല. നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം. ITCയിൽ എൻട്രി വരുന്നുണ്ടോ? ITCയിലും എൻട്രി വരുന്നില്ല. നമുക്ക് അടുത്ത് നോക്കാം. TCSയിൽ എൻട്രി വരുന്നുണ്ടോ? TCSയിലും എൻട്രി വരുന്നില്ല. എന്തുകൊണ്ടാണ് വരുന്നില്ല എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. റിലയൻസിൽ എൻട്രി വരുന്നുണ്ടോ? റിലയൻസിൽ എൻട്രി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിലയൻസിലും എൻട്രി എടുക്കാം. അപ്പോൾ നമ്മൾ റിലയൻസിൽ ആ വീഡിയോ കണ്ടവരാണെങ്കിൽ മനസ്സിലാവും ഈ ഒരു റേഞ്ചിന് അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇതുവരെ എൻട്രി എടുത്തിട്ടുണ്ടാവില്ല ആരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തൊട്ട് എൻട്രി നമ്മൾ മാർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനവും ഒക്കെ ആ ഒരു വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അതിമനോഹരമായിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മെത്തേഡാണ്. കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് യുക്തിക്ക് അനുയോജ്യമാണ് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.